ശ്രീ കെ പ്രേംകുമാർ 9 മിനിറ്റ്. സർ, ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ്. വയനാട് മണ്ഡലത്തിൽ നേരത്തെ രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മത്സരിച്ചതിന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ഏറനാട് അംഗം ശ്രീ ബഷീർ അദ്ദേഹം ഇവിടെ കുറേശ്ശെ ഇംഗ്ലീഷൊക്കെ സഭയിൽ സംസാരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കേൾക്കുകയുണ്ടായി. മാർക്സിസം കാലഹരണപ്പെട്ടതാണ് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ആഞ്ഞു പരിശ്രമിക്കുകയുണ്ടായി. ഇന്ന് ലോകത്ത് ആകെയുള്ള മനുഷ്യരിൽ 1/5 പേർ മാർക്സിസം എന്ന സോഷ്യലിസം എന്ന ആശയത്തെ സ്വീകരിക്കുകയും അതിനുവേണ്ടി മുൻകൈയെടുക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മുടെ നാട് സമൂഹം തിരിച്ചറിയണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ സ്വാഭാവികമായും ബജറ്റ് ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ 2025-26 വർഷത്തെ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണത്തിൻ്റെ തലേന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ഒരു സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ 3 ഭാഗത്ത് കേരളത്തെ സംബന്ധിച്ച് പ്രധാനമായും പരാമർശിച്ചിട്ടുണ്ട്. അതിലൊന്ന്, സുസ്ഥിര വികസനത്തിനായി സാമൂഹിക അടിസ്ഥാനത്തിലുള്ള ഇടപെടൽ ഫലപ്രദമായി നടക്കുന്ന സംസ്ഥാനം കേരളം, വീട്, കുടിവെള്ളം, വൈദ്യുതി ഉൾപ്പെടെയുള്ളവ. രണ്ടാമത്തേത്, സ്വയം സഹായ സംഘങ്ങൾക്ക് കാർഷിക ആവശ്യത്തിനായി ഭൂമി പണയത്തിനെടുക്കുന്ന സംവിധാനം, 3 മുതൽ 5 വർഷം വരെ ഫോർട്ടിക്കൾച്ചർ വിളകളുടെ കൃഷിക്കായി ഈ ഭൂമി ഉപയോഗിക്കാമെന്ന വ്യവസ്ഥ, അതിനെ സംബന്ധിച്ച് അഭിനന്ദിച്ചു പറയുന്നുണ്ട്. മൂന്നാമത്തേതായി പറയുന്നത്, ഇടുക്കി എരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം, 4600 വീട്, 500 സ്ഥാപനം, ഹരിതകർമ്മസേനയ്ക്ക് കീഴിൽ അതിൻ്റെ പ്രവർത്തനം, സ്ത്രീകൾക്ക് തൊഴിൽ, വൃത്തിയുള്ള പരിസരം, പരിസ്ഥിതിയുടെ പരിപാലനം തുടങ്ങിയ എടുത്തു പറയത്തക്ക നേട്ടങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ കേരളം എന്ന പേര് പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ജീവിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീ ടി പത്മനാഭന് ചോദിക്കേണ്ടി വന്നത് കേരളം ഇന്ത്യയിലല്ലേ എന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് രാജ്യത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്, ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്. പക്ഷേ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കാണണ്ടേ, സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തൊട്ടറിഞ്ഞുള്ള ഒരു സമീപനം സ്വീകരിക്കണ്ടേ. അത് രണ്ടും രാജ്യത്തെ ഗവൺമെന്റിന്റെ ബജറ്റിലില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്ര ബജറ്റ് സാമൂഹ്യമായ പുറന്തള്ളലാണ്, സോഷ്യൽ എക്സ്ക്ലൂഷനാണ്. വികസിത ഭാരതത്തെ സംബന്ധിച്ച് 6 പ്രധാനപ്പെട്ട പോയിന്റുകൾ രാജ്യത്തെ ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലൊന്ന്, ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യ; 2, ഗുണമേന്മ വിദ്യാഭ്യാസം; 3, വിപുലമായ ആരോഗ്യ സംരക്ഷണം; 4, അർത്ഥവത്തായ തൊഴിൽ; 5, സാമ്പത്തിക പ്രവർത്തനത്തിൽ സ്ത്രീ പങ്കാളിത്തം; 6, കൃഷിക്കാരുടെ ക്ഷേമം. എന്നാൽ ഈ മേഖലയിലെല്ലാം അനുവദിച്ച വിഹിതവും പ്രഖ്യാപനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത് അതിദരിദ്രർ ഇല്ലാതാക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനം, ഈ നവംബറോടുകൂടി അതിദരിദ്രർ ഇല്ലാതായി പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളം. ഒരു പിന്തുണയും കേരളത്തിനില്ല, കേരളത്തിന്റെ പേരില്ല. രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തുകയും പൊതുവിദ്യാഭ്യാസം സാർവത്രികമായി സംരക്ഷിക്കുകയും ചെയ്യുന്ന ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഇന്ത്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം. ഒരു നിലയിലുള്ള പിന്തുണയുമില്ല. ആരോഗ്യ സംരക്ഷണ രംഗത്ത് രാജ്യത്തിനും ലോകത്തിനും മാതൃക കാണിച്ച സംസ്ഥാനം, പരാമർശമില്ല. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സ്ത്രീ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായി മാറിയിട്ടുള്ള കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനത്തെ, അവർക്ക് വരുമാനമുണ്ടാക്കുന്നതിൽ, തൊഴിൽ നൽകുന്നതിൽ മാതൃകാപരമായി നേതൃത്വം നൽകുന്ന സംസ്ഥാനം പേരുപോലുമില്ല. കൃഷിക്കാരുടെ ക്ഷേമത്തെ സംബന്ധിച്ചാണ് രാജ്യത്തെ ഗവൺമെന്റ് പറയുന്നത്. രാജ്യത്തെ 141 കോടി മനുഷ്യരിൽ 58%-ലധികം പേർ, 58%, അതായത് 58% പേർ കൃഷിയെ ആശ്രയിക്കുകയാണ്. വളം സബ്സിഡി 3400 കോടി രൂപ കുറച്ചു. വിള ഇൻഷുറൻസിനുള്ള വകയിരുത്തലിൽ 3600 കോടി രൂപയുടെ കുറവ്. ഡീസൽ, മണ്ണെണ്ണ, വൈദ്യുതി അവർക്കുള്ള സബ്സിഡി അതില്ലാതാക്കി. 2024 സാമ്പത്തിക വർഷത്തിൽ കോർപ്പറേറ്റ് ലാഭം 15 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. എന്നാൽ വേതനവും തൊഴിൽ സൃഷ്ടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥിതിയാണ്. ലാഭം 20% കോർപ്പറേറ്റുകൾ ഉണ്ടാക്കുമ്പോൾ തൊഴിൽ വളർച്ച 1.5% മാത്രമാണ്. മാത്രവുമല്ല, രാജ്യത്തെ ഗവൺമെന്റ് കോർപ്പറേറ്റ് നികുതി 1%, 0.5% പോലും കൂട്ടാൻ തയ്യാറായിട്ടുമില്ല എന്ന് നാം കാണണം. രാജ്യത്ത് ഊർജ്ജ മേഖല പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം. സംസ്ഥാനങ്ങൾക്ക് നൽകിയ നികുതി വിഹിതത്തിൽ 1.12 ലക്ഷം കോടി രൂപയുടെ കുറവ്. കേന്ദ്രാവിഷ്കൃത പദ്ധതി വിഹിതത്തിൽ 90,000 കോടിയുടെ കുറവ്. നികുതി വിഹിതത്തിൽ 22,000 കോടി രൂപയുടെ കുറവ്.
പട്ടികജാതി മേഖലയ്ക്ക് 3.4% മാത്രം, പട്ടികവർഗ മേഖലയ്ക്ക് 2.6% മാത്രം, ജനസംഖ്യയിൽ 1% മാത്രം ഗുണമുള്ള ആദായ നികുതിയിൽ ഇളവും. ഇതാണ് രാജ്യത്തെ ഗവൺമെന്റിന്റെ സമീപനം എന്ന് നാം കാണണം. വയനാട് നമുക്കറിയാം, ദുരന്തത്തിന്റെ 11ാം നാൾ മോഡി വന്നു, 154ാം ദിവസം എടുത്തു അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ. പ്രകൃതി ദുരന്തത്തിൽ കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുകയാണ്. ത്രിപുരയ്ക്ക് 40 കോടിയും ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കുമായി 3448 കോടിയും ബീഹാറിന് മുൻകൂറായി 11,500 കോടിയും കൊടുത്തപ്പോൾ വയനാടിന് ഒന്നുമില്ല. കേരളം ബദലുയർത്തിപ്പിടിക്കുന്നു. ഈ കൊച്ചു സംസ്ഥാനം ബജറ്റിലൂടെ 750 കോടി വയനാടിന് പ്രത്യേക പാക്കേജിന് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രാജ്യത്തെ ആകെ റവന്യൂ വരുമാനം 1,52,351 കോടി. പ്രതീക്ഷിക്കുന്ന യൂണിയൻ ട്രാൻസ്ഫർ 41,691 കോടി. ശരാശരി 42% എല്ലാ സംസ്ഥാനങ്ങൾക്കും സംസ്ഥാന വിഹിതമായി യൂണിയൻ ട്രാൻസ്ഫർ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ 27.3% മാത്രമാണ് രാജ്യത്തെ ഗവൺമെന്റ് കേരളത്തിന് മാറ്റിവെക്കാൻ തയ്യാറാകുന്നത്. അതായത് 72.6% തനത് വരുമാനത്തിലൂടെ റവന്യൂ വരുമാനം നേടാൻ അതിന് മുൻകൈയെടുക്കുന്ന സംസ്ഥാനമായി, രാജ്യത്ത് ഏറ്റവും കൂടുതൽ തനത് വരുമാനം കണ്ടെത്തുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന അഭിമാനകരമായ കാഴ്ച ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാനാകും. കേരളത്തിന്റെ വികസനത്തിനും സാമൂഹ്യ പുരോഗതിക്കും എല്ലായ്പ്പോഴും നേതൃത്വം നൽകിയത് ജനകീയ ഇടപെടലുകളാണ്. അതിന്റെ തുടർച്ചയിൽ ഇതാ സാക്ഷരതാ യജ്ഞത്തിന്റെയും ജനകീയാസൂത്രണത്തിന്റെയും കുടുംബശ്രീയുടെയും തുടർച്ചയിൽ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ നവകേരളത്തിലേക്കുള്ള യാത്രയെ വീണ്ടും ജനകീയതയിൽ ഉറച്ചു നിന്ന് അഭിസംബോധന ചെയ്യുകയാണ് കേരളം. വിജ്ഞാന സമ്പദ്ഘടനയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ നിർമ്മിതി എന്ന ആശയം 2021 ബജറ്റിൽ മുന്നോട്ട് വെച്ചു. അഭ്യസ്ത വിദ്യരായുടെ തൊഴിലില്ലായ്മ ഇന്ത്യയിൽ പൊതുവിൽ രൂക്ഷമായ കേരളത്തിൽ അതിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനാകും അത്തരമൊരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ഈ തൊഴിൽ മേഖലയിൽ ഇടപെടാൻ സർക്കാരിന് കഴിയുക. സ്വകാര്യ മേഖലയിൽ കൃത്യമായി തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്ക് കേരളം ഉറച്ച കാൽവയ്പോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അതിനെ സന്നദ്ധ പ്രവർത്തകരെ കൂടി അണിനിരത്തിക്കൊണ്ട് ജനകീയ മാതൃകയിലേക്ക് കേരള നോളേജ് എക്കോണമി മിഷൻ മുൻകൈയെടുത്ത് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ഈ ബജറ്റിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന മാതൃകാപരമായ ഒരു മുന്നേറ്റം ബയോ എത്തനോളിന്റെ മേഖലയിലാണ്. പെട്രോളിൽ 25 മുതൽ 30% വരെ ബയോ എത്തനോൾ ഉപയോഗിക്കുന്നു എന്നാണ് കണക്ക്. കേരളത്തിൽ മാത്രം ഒരു വർഷം 6,000 മുതൽ 10,000 കോടി രൂപ വരെ ഈ എത്തനോളിന്റെ ഭാഗമായി ഒരു വർഷം ഉപയോഗിക്കപ്പെടുന്നു, ആവശ്യമായി വരുന്നു എന്നതാണ്. ചോളത്തിൽ നിന്നും മൊളാസിസിൽ നിന്നും എല്ലാമാണ് എത്തനോൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ആ മേഖലയിൽ ഗവേഷണം നടത്താൻ, വെള്ളത്തിന്റെ ചൂഷണമില്ലാതെ തന്നെ എങ്ങനെ നമുക്ക് എത്തനോൾ ഉണ്ടാക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്താൻ 10 കോടി രൂപ മാതൃകാപരമായി നീക്കിവെക്കുന്ന ബജറ്റായി കേരളത്തിലെ ബജറ്റ് മാറുന്നു. നമുക്കറിയാം ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച്. ലൈഫ് പദ്ധതി നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിവില്ലാത്ത മനുഷ്യർക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന സംഖ്യ കൊടുക്കുന്ന ഏറ്റവും മികച്ച ഭവന പദ്ധതിയാണ്. എന്നാൽ കേരളത്തിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടേണ്ട അത്തരം ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവർക്ക് മാത്രം മതിയോ ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൽ? ഇടത്തരക്കാരുടെ ആവശ്യങ്ങളെ, മിഡിൽ ഇൻകം ഗ്രൂപ്പിനെ എങ്ങനെ അവർക്ക് സഹായം നൽകാൻ കഴിയുമെന്ന് കേരളം അഡ്രസ് ചെയ്യാണ്. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. ഈ ബജറ്റിന്റെ ഭാഗമായി സഹകരണ ഹൗസിംഗ് പദ്ധതി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു അഭിസംബോധനയാണ്. 15 ലക്ഷം 20 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക്, അഥവാ അത് കണ്ടെത്താൻ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെ കൊള്ളയില്ലാതെ ചൂഷണമില്ലാതെ ഗവൺമെന്റിന്റെ സഹകരണ വകുപ്പിന്റെ സഹായത്തോടു കൂടി എങ്ങനെ ഹൗസിംഗ് പദ്ധതി സാധ്യമാക്കാം എന്നതിനെ സംബന്ധിച്ച് ഫണ്ട് നീക്കിവെക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു. ചെലവ് ചുരുക്കലുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ്, പ്ലാൻ, ഡിസൈൻ എന്നിവയിൽ കുറവ് വരുത്തിക്കൊണ്ട് മാതൃകാപരമായി മുന്നോട്ട് പോകുന്നു. കായിക നയം രൂപീകരിച്ച് 960 പേർക്ക് കഴിഞ്ഞ 8 വർഷം കൊണ്ട് കായിക മേഖലയിൽ നിയമനം നടത്തിയ ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ കാണേണ്ടതുണ്ട്. നമുക്കറിയാം, ഇവിടെ ബജറ്റിന്റെ ഭാഗമായി ചർച്ച വരുമ്പോൾ എറണാകുളം ജില്ലയിലെ ഒരു UDF MLA പാതിവില തട്ടിപ്പിന്റെ ഭാഗമായി അദ്ദേഹത്തിനും പങ്കുണ്ട് എന്ന നിലയിലുള്ള വാർത്ത വന്നു. ഇവിടെ ആരാണ് MLA എന്നതിനെ സംബന്ധിച്ച് ആദ്യം അഭൂഹമുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് മാത്യു കുഴൽനാടനാണ് എന്ന് പത്രങ്ങളിൽ വാർത്ത വന്നു. ആ വാർത്തയുടെ ഭാഗമായി 7 ലക്ഷം രൂപ അദ്ദേഹം കൈപ്പറ്റിയതായി ആദ്യം പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്ന ഒരു വാർത്ത പാതിവില കുഴൽ എന്നാണ്.
പാതിവില തട്ടിപ്പിന് പെരിന്തൽമണ്ണയിലെ അംഗം ഓഫീസിൽ പണം വാങ്ങി നേതൃത്വം നൽകിയെങ്കിൽ ആ തട്ടിപ്പുകാരിൽ നിന്ന് വെട്ടിപ്പ് നടത്തി അവരിൽ നിന്ന് പണം വാങ്ങുന്നവരായി MLA മാർ മാറുന്ന UDF MLA മാർ മാറുന്ന കാഴ്ച. മറ്റൊന്ന്, 2 പേരുടെ ആത്മഹത്യ. വയനാട്ടിൽ 2 പേരുടെ ആത്മഹത്യക്ക് ഉത്തരവാദിയായിട്ടുള്ള ബത്തേരി അംഗം ഇവിടെ ബ്രഹ്മഗിരിയെ സംബന്ധിച്ച് പറയുകയാണ്. ആ പേരുച്ചരിക്കാൻ, ഈ സഭയിൽ സംസാരിക്കാൻ 2 പേരെ ആത്മഹത്യയിലേക്ക് നയിച്ചവർക്ക് എന്ത് അർഹതയാണുള്ളതെന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. വാളയാറുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ അമ്മയാക്കി മത്സരിപ്പിച്ചു. എവിടെ? പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെ ആത്മഹത്യയിലേക്ക് നയിച്ചു. ആ ആത്മഹത്യയിലേക്ക് നയിച്ചതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് പുറത്തു വരുമ്പോ മാധ്യമങ്ങൾ അത് മുക്കുകയാണ്. ഇടതുപക്ഷത്തെ അടിക്കാൻ വടി ഏത് കിട്ടിയാലും അത് ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എല്ലാ മണ്ഡലത്തിലും എന്നതുപോലെ സ്വാഭാവികമായും ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിലും ഈ ബജറ്റിന്റെ ഭാഗമായി പരിഗണന നൽകിയിട്ടുണ്ട്. 2 കോടി ഒറ്റപ്പാലം മുനിസിപ്പൽ ടൗൺ നവീകരണം, 1.5 കോടി ശ്രീകൃഷ്ണപുരം ചന്തപുരം നവീകരണം, 1 കോടി രൂപ ലക്കിടിപേരൂർ PHCക്ക് കെട്ടിടം, 1 കോടി രൂപ കിഴക്കൊമ്പുറം പോത്തുമുങ്ങിപ്പാറ റോഡിന്, തിരുണ്ടി പാലവൻ റോഡിന് 75 ലക്ഷം, കടമ്പൂർ മാണിക്യമ്പാറ റോഡിന് 75 ലക്ഷം, തണ്ണീർപന്തൽ തുമ്പക്കണ്ണി റോഡിന് 1 കോടി, അതുപോലെ തന്നെ ഉമ്മനടി ആയുർവേദ ആശുപത്രിക്ക് കെട്ടിടത്തിന് 1 കോടി, മുന്നൂർക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിന് 1 കോടി, പുലാപ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കളിസ്ഥലത്തിന് 1 കോടി. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, കായിക മേഖലയിൽ ഈ നാടിനെ പരിഗണിച്ച് മുന്നോട്ട് പോകുന്ന ഈ ബജറ്റിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.